ഇതൊക്കെ ഇനി മോളെ കാണിച്ചോണ്ട് തന്നെ വേണോ? രഘുവേട്ട, ഇതിനൊരു അവസാനമില്ലേ? കുറെ ദിവസം കുടിച്ച് വയ്യാതായി. പെട്ടെന്ന് നിർത്താൻ വയ്യാത്തോണ്ട് പതിയെ നിർത്തട്ടെ എന്ന് വിചാരിച്ച് പലതും കണ്ണടച്ചു. പക്ഷെ ഇതിങ്ങനെ തുടർന്നാ എവിടെ ചെന്ന് നിൽക്കും? അതെ, മോക്കിപ്പൊ തന്നെ അച്ഛനെ കുറിച്ച് പല സംശയങ്ങളും ഉണ്ട്. അവൾ ഓരോ ദിവസം വളർന്നു വരിക, അതിനൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അവള് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരമില്ലാതാവുക, അറിയോ? നിർത്തിട്ട് പറ. ഞാൻ ഈ പറച്ചിൽ നിർത്തിയിട്ട് എന്തിനാ? അതെ, ഞാനല്ല നിർത്തേണ്ടത്, നിങ്ങളാ. നിങ്ങളുടെ ഈ ഒടുക്കത്തെ കൂടി നിർത്താതെ ഈ വീട്ടിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് ഇത് നിർത്താൻ പറഞ്ഞാലേ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എനിക്ക് കുറച്ച് സമയം എന്താ? അതെ, സമയം താന്ന് രഘുവേട്ടൻ പറയുന്നത് കുടി നിർത്താനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഓരോ മിനിറ്റ് കിട്ടുമ്പോഴും എല്ലാരെയും പറ്റിച്ച് എങ്ങനെ മദ്യപിക്കാന്ന് മാത്രം ചിന്തിക്കുന്നത്. അതെ, രഘുവേട്ടന്റെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറഞ്ഞാലേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അതെ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നത്? അത്രയ്ക്ക് ഞാൻ അറിയാത്ത എന്ത് പ്രശ്നം രഘുവേട്ടനുള്ളത്? അതോ ഇനി ഞാൻ തന്നെയാണോ നിങ്ങളുടെ പ്രശ്നം? ആണോന്ന്? അതെ, ഒന്നിനും മറുപടി പറയാതിരുന്നാലേ എനിക്കൊന്നും ഗണിച്ചറിയാൻ പറ്റില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്കതൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. എനിക്കും ഇതൊന്നും നിർത്തണമെന്നുണ്ട്, ഞാൻ നിർത്തിക്കോളാം. പക്ഷെ എല്ലാം നീ പറയുന്ന പോലെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല. സമ്മതിച്ചു. എങ്കിലേ ഇനി കൂടി നിർത്തണം. അളവ് കുറച്ച് നിർത്താനാണെങ്കിൽ ഇന്നിനി കുടിക്കരുത്. നീ എന്റെ പുറകെ നടന്ന് എന്നെ കെട്ടിയിടല്ലേ? എന്നെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാനേ നിങ്ങളെ നിയന്ത്രിക്കാൻ വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ. നിങ്ങൾ എവിടെ വെച്ചാ പൊയ്ക്കോ. നിങ്ങളുടെ പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. അവൾ ആ അമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിന്റെ അല്ലേ? പൊയ്ക്കോ, പോയി അവളുടെ കൂടെ തന്നെ ജീവിച്ചോ. ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതിനേക്കാളും നല്ലത് അതാ. പക്ഷേ അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ? അതോ ഇനി അത് ഞാൻ പോയി സംസാരിക്കണോ? ദേഷ്യത്തിനൊരു കുറവുമില്ല. ഞാൻ ചോദിക്കുന്നതും പറയുന്നതാണ് പ്രശ്നം അല്ലേ? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂ എന്തോ. അങ്കിളെ വാ. രഘുല്ലേ മോളെ? ആ ഉണ്ട്. അങ്കിളെ വാ, ഞാൻ ചായ എടുക്കാം. അല്ല, ചായ പയ്യ മതി. അതിനു മുമ്പ് മോള് രഘുവിനെ അമ്പിളി ഒന്ന് വിളിക്കും. എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അങ്കിളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് വിളിക്കാൻ പറഞ്ഞത്. എങ്ങനെങ്കിലും രഘുവേട്ടന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇങ്ങനെ പോയാൽ അത് വലിയ അപകടമാവും അങ്കിളെ. വിഷമിക്കണ്ട.